എല്ലാവർക്കും ഹൃദയപൂർവ്വം സമീക്ഷ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. 2025 എന്ന പുതുവർഷത്തെ സ്വീകരിക്കുവാൻ നിങ്ങളെല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണല്ലോ. ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു വലിയ ചിന്ത പുതുവർഷത്തിൽ നമ്മളെടുക്കാൻ പോകുന്ന പുതിയ തീരുമാനങ്ങളാണ്, അല്ലെങ്കിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ആണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്, നമ്മുടെ എല്ലാ വർഷങ്ങളിലും നമ്മൾ ഇത്തരത്തിലുള്ള ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കും. പക്ഷേ അതിൽ 80% റെസൊല്യൂഷൻസും ഒരു ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മളുടെ ഓർമ്മ മണ്ഡലത്തിൽ നിന്ന് തന്നെ മറന്നുപോകും. ഇത് നമ്മുടെ ഒരു സ്ഥിരകാല പ്രശ്നമായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഏറ്റവും എഫക്റ്റീവായി ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകം ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും എഫക്റ്റീവായ പുസ്തകങ്ങളിലൊന്നായി കരുതപ്പെടുന്നു. ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നല്ല ന്യൂ ഇയർ റെസൊല്യൂഷൻസ് നമുക്കുണ്ടാക്കാൻ കഴിയുക എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ തീരുമാനങ്ങളിൽ സ്ഥിരത പുലർത്തുവാൻ കഴിയാത്തവരായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായ ഒരു നല്ല ശീലം ഉണ്ടാക്കുവാൻ കഴിയാത്തവരായിട്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ചില പുതിയ ചിന്തകളും പുതിയ ആശയങ്ങളും ലഭിക്കുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് പരാജയപ്പെടുന്നത് എന്ന് ചിന്തിച്ചാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ പലപ്പോഴും വലിയൊരു ഗോൾ സെറ്റ് ചെയ്യുമെങ്കിലും ആ ഗോളിലേക്കുള്ള പ്രോസസ്സ് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. എനിക്ക് അടുത്ത വർഷം 10 കിലോ കുറയ്ക്കണം എന്ന് ഞാൻ തീരുമാനിക്കും. പക്ഷേ ആ 10 കിലോ കുറയ്ക്കുവാനുള്ള എൻ്റെ പ്രോസസ്സിനെ കുറിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് ആലോചിക്കാറില്ല. ജിമ്മിൽ പോകാമെന്നോ നടക്കാൻ പോകാമെന്നോ ഉള്ള ഒരു വേഗമായിട്ടുള്ള തീരുമാനത്തിനപ്പുറം ഒരു പടിപടിയായിട്ടുള്ള പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ലക്ഷ്യം എത്താതെ പോകുന്നതിനുള്ള പ്രധാന കാരണം. അല്ലെങ്കിൽ നമുക്കൊരു 1 ലക്ഷം രൂപ ഈ വർഷം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ എങ്ങനെ ആ 1 ലക്ഷം രൂപ സമ്പാദിക്കുവാൻ ഞാൻ ഓരോ ദിവസവും എൻ്റെ ചെലവുകളെ ക്രമീകരിക്കണമെന്നോ, ഞാൻ ഓരോ ദിവസം ഇത്ര രൂപ വെച്ച് മാറ്റി വെച്ചാൽ എനിക്ക് 1 ലക്ഷം രൂപയിലേക്ക് എത്താൻ കഴിയുമെന്നോ നമ്മൾ ചിന്തിക്കാറില്ല. നമ്മുടെ ആ ലക്ഷ്യം 1-2 ദിവസത്തേക്ക് നമുക്കൊരു വളരെ പ്രചോദനവും ഒരു മോട്ടിവേഷനും ഒക്കെ ആയിരിക്കുമെങ്കിലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിലെ തീയെ കെടുത്തിക്കളയുന്നതാണ് പലപ്പോഴും നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് പരാജയപ്പെടാൻ കാരണം. ഇനി ന്യൂ ഇയർ റെസൊല്യൂഷൻസിനെ അറ്റോമിക് ഹാബിറ്റ്സിൻ്റെ പുസ്തകത്തിൻ്റെ കണ്ണിൽ കാണുകയാണെങ്കിൽ, നമ്മൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് നല്ലൊരു ശീലമാക്കി നമ്മുടെ ജീവിതത്തിൽ വരുത്തണമെങ്കിൽ ആ ശീലമുണ്ടാക്കാൻ ചെറിയ ചെറിയ ചുവടുകൾ വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. സ്മോൾ സ്റ്റെപ്സ് ആണ് ഒരു നല്ല ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജി എന്നാണ് ജെയിംസ് ക്ലിയർ പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മളെല്ലാവരും ജിമ്മിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നാളെ മുതൽ, ഈ വർഷം തുടങ്ങുന്നത് മുതൽ ഞാൻ ജിമ്മിൽ പോകുമെന്നാണ് എൻ്റെ റെസൊല്യൂഷൻ എങ്കിൽ, ഒറ്റയടിക്ക് ജിമ്മിൽ പോവുക എന്ന് പറയുന്നതിനേക്കാളും ഞാൻ നാളെ ഒരു പുഷപ്പ് എടുക്കും എന്നുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ മനസ്സ് ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് മാറുകയും ആ ഒരു സ്റ്റെപ്പ് അതിൻ്റെ പിറ്റേ ദിവസം ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2ാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. നമ്മുടെ ജിമ്മിലേക്കുള്ള പോക്കും അതുപോലെ നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നതിനുള്ള കാര്യങ്ങളും പടിപടിയായി ഒരു നല്ല ശീലമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് മാറുക തന്നെ ചെയ്യും. ഇല്ല, നമുക്ക് കുറച്ച് സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് എങ്കിൽ ഞാൻ നാളെ എൻ്റെ ചിലവിൽ നിന്ന് ഒരു 50 രൂപ മിച്ചം പിടിക്കും എന്ന് പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ ആ ഓരോ ദിവസവും മിച്ചം പിടിക്കുക എന്നുള്ള ചിന്ത നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയും മിച്ചം പിടിച്ചിരിക്കുന്ന കാശ് കൂട്ടിവെച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ചെയ്യുകയും കഴിയും. സോ നിങ്ങൾ റെസൊല്യൂഷൻസ് ചെയ്യുമ്പോൾ ആദ്യം ഓർമ്മിക്കേണ്ട ഒരു കാര്യം, വളരെ ചെറിയ സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങുക. തീർച്ചയായും നിങ്ങളുടെ ശീലം പെർഫെക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യുവാൻ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി 2ാമതായിട്ട് അറ്റോമിക് ഹാബിറ്റ്സിൽ നിന്നും റെസൊല്യൂഷനിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഐഡൻറ്റിറ്റിയെയാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ റിസൾട്ടിനേക്കാളും നമ്മുടെ ഐഡൻറ്റിറ്റിയെ നമ്മൾ കൂടുതൽ ഊന്നൽ നൽകുക. ഞാൻ ജിമ്മിൽ പോകും എന്നുള്ളതിന് പകരം ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള ആളായിരിക്കും എന്നുള്ള എൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ആ ജിമ്മിൽ പോകുന്നതിനോ അല്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുന്നതിനോ നമ്മുടെ ആവേശം കൂടും. ഒരു നോവൽ എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ നാളെ മുതൽ നോവൽ എഴുതാൻ തുടങ്ങും എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം അടുത്ത വർഷം ഞാനൊരു റൈറ്ററായിട്ടായിരിക്കും മാറുക എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് എഴുതാനുള്ള പ്രചോദനം കൂടുതൽ കിട്ടുക തന്നെ ചെയ്യും. സോ 2ാമതായിട്ട് നിങ്ങൾ റെസൊല്യൂഷൻ എടുക്കുമ്പോൾ ആ റെസൊല്യൂഷനിലൂടെ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയും ആ മാറ്റത്തിനെക്കുറിച്ചും അല്ലെങ്കിൽ ആ പുതിയ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു മാർക്ക് ഇടുകയും ചെയ്യുക. നിങ്ങളുടെ റെസൊല്യൂഷൻസ് കൂടുതൽ എഫക്റ്റീവ് ആകും. 3ാമതായിട്ട് അറ്റോമിക് ഹാബിറ്റ്സ് നമ്മളെ റെസൊല്യൂഷനിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഘടകം ജെയിംസ് ക്ലിയർ പറഞ്ഞിരിക്കുന്ന 4 നിയമങ്ങളാണ്. നമ്മുടെ റെസൊല്യൂഷൻസ്
ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ 4 റൂൾസും നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമ്മുടെ റെസൊല്യൂഷൻസ് നമ്മുടെ ഇയർ ലോങ് കണ്ടിന്യൂ ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നാമതായിട്ട് ജെയിംസ് ക്ലിയർ പറഞ്ഞിരിക്കുന്ന റൂൾ എന്ന് പറയുന്നത് മേക്ക് ഇറ്റ് ഓബിയസ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ആ പുതിയ ഹാബിറ്റ് ദൃശ്യമാകുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കി കഴിഞ്ഞാൽ, നാളെ രാവിലെ മുതൽ ഞാൻ ജിമ്മിൽ പോകണമെന്ന് ആഗ്രഹിച്ച് കിടന്നുറങ്ങുമ്പോൾ അതിനെ ഒരു ഓബിയസ് ടാസ്ക് ആക്കി മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തലേന്ന് രാത്രി തന്നെ ജിമ്മിൽ പോകുന്നതിന് വേണ്ടുന്നുള്ള ജിമ്മിൻ്റെ ഡ്രസ്സും ബാഗും എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ കാണാൻ പാകത്തിന് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മുടെ മാനസികമായിട്ട് ജിമ്മിൽ പോകുന്നതിന് മോട്ടിവേഷൻ നൽകും. ഒപ്പം നമ്മൾ എണീക്കുമ്പോൾ തന്നെ ആ ജിം ബാഗ് കാണുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ജിമ്മിലേക്ക് പോകുന്നതിനുള്ള ഒരു നീക്കം നൽകുകയും ചെയ്യും. സോ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം അതിനെ ഓബിയസ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നും കൂടി നിങ്ങൾ കുറിച്ചിടുകയാണെങ്കിൽ നിങ്ങളുടെ ആ റെസൊല്യൂഷൻ ഇയർ എൻഡ് പോകാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. രണ്ടാമത്തെ റൂമുള്ളെന്നുള്ളത് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് എന്നുള്ളതാണ്. അതായത് നമുക്ക് ജിമ്മിൽ പോകുന്ന ഉദാഹരണത്തെ തന്നെ തുടരാം. ജിമ്മിൽ പോകണം എന്നുള്ളത് നിങ്ങളെ എങ്ങനെയൊക്കെയാണ് അട്രാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നുള്ളതും കൂടി അതിൻ്റെ കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഉദാഹരണത്തിന് നിങ്ങളെ വല്ലാണ്ട് ആകർഷിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് തിരിച്ചു വന്ന ഉടനെ ഫേസ്ബുക്ക് 5 മിനിറ്റ് നോക്കും എന്നുള്ള ഒരു ദിനചര്യ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജിമ്മിൽ പോകുന്നതിന് ആ ഫേസ്ബുക്കിൽ നോക്കുക എന്നുള്ള കാര്യം ഒരു മോട്ടിവേഷനായിട്ട് മാറും. അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് ഏത് സോഷ്യൽ മീഡിയയാണോ നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുക എന്നുള്ള പ്രചോദനം നിങ്ങളുടെ ജിമ്മിൽ പോകുന്നതിനുള്ള ഒരു കാരണമാക്കി മാറ്റുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ജിമ്മിൽ പോകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. സോ നിങ്ങളുടെ റെസൊല്യൂഷൻ എന്താണെങ്കിലും അതിനെ അട്രാക്റ്റീവാക്കി മാറ്റാനായിട്ട് നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന ഒരു ടാസ്കിനെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക വളരെ നല്ലതായിരിക്കും. മൂന്നാമതായിട്ട് ജെയിംസ് ക്ലിയർ പറഞ്ഞിരിക്കുന്ന റൂൾ എന്നുള്ളത് മേക്ക് ഇറ്റ് ഈസി എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ റെസൊല്യൂഷൻസ് എല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോവുക എന്നുള്ളതാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ജിമ്മും നമുക്ക് പോകാനുള്ള യാത്രയും എല്ലാം വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ റെസൊല്യൂഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. ഇപ്പോൾ ഒരുപാട് ദൂരെയുള്ള ജിമ്മ് സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് വളരെ തിരക്കുണ്ടാകാവുന്ന സമയം നമ്മൾ ജിമ്മിൽ പോകാനായിട്ട് സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഭയങ്കര പാടായിരിക്കും. സോ അപ്പം നമ്മുടെ ലൈഫിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടൈമും നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റും സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുന്നതിൻ്റെ കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഹെൽത്തി ഡയറ്റ്സ് ഒക്കെ റെഡിയാക്കിയൊക്കെ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ആ ഹെൽത്തി പ്ലാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ നമുക്ക് സിമ്പിളായിട്ട് തോന്നും. അതർവൈസ് നമ്മൾ ആ ഒരു ഹാബിറ്റിൽ നിന്നും വഴുതി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ റെസൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ കൊണ്ട് ആ റെസൊല്യൂഷനെ പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങും കൂടി നമ്മുടെ റെസൊല്യൂഷൻ പ്ലാനറിൽ നമ്മൾ ഉൾപ്പെടുത്തണം. നാലാമതായിട്ട് ജെയിംസ് ക്ലിയർ പറഞ്ഞിരിക്കുന്ന റൂൾ എന്ന് പറയുന്നത് മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈയിങ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു അനുഭവമായിരിക്കണം നമ്മുടെ ഹാബിറ്റ്സ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു ദിവസം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ ആ ഹാബിറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്വയം നമ്മളെ റിവാർഡ് ചെയ്യാനായിട്ടുള്ള ഒരു മെക്കാനിസം കൂടി സ്റ്റാർട്ട് ചെയ്യണം. അതിന് ഏറ്റവും നല്ലത് ഒരു ഹാബിറ്റ് പ്ലാനറോ മറ്റോ നമുക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്നതാണ്. നമ്മൾ ഒരു ദിവസം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അതിനകത്തൊരു ടിക്ക് മാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ദിവസം ജിമ്മിൽ പോയി കഴിയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡയറിയിൽ അതൊരു സക്സസ്ഫുൾ മൈൽ സ്റ്റോൺ ആയിട്ട് എഴുതുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒന്ന് സന്തോഷിപ്പിക്കുകയും പിറ്റേ ദിവസവും ആ മൈൽ സ്റ്റോൺ കണ്ടിന്യൂ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ ഒരാഴ്ച കൃത്യമായിട്ട് നമ്മൾ ആ ഹാബിറ്റ് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അതിനൊരു റിവാർഡ് മെക്കാനിസം നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഒരാഴ്ച കൃത്യമായിട്ട് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിലേക്ക് വേണ്ടുന്ന ഒരു ഷൂസ് മേടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് മേടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ആ ഒരു ഹാബിറ്റിനെ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഡെഫിനറ്റ്ലി സമ്മതിക്കും. സോ നമ്മൾ റെസൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുമ്പം അതോടൊപ്പം നമ്മൾ കുറച്ച് മൈൽ സ്റ്റോൺസ് സെറ്റ് ചെയ്ത് വയ്ക്കുകയും ഡെയിലി ആ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ സ്വയം റിവാർഡ് ചെയ്യുന്നതിനുള്ള ക്രമീകരണം ചെയ്യുകയും കൂടി ചെയ്യണം. 2025 നിങ്ങൾ കാൽ വയ്ക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ നിങ്ങൾ റെസൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് മനസ്സിൽ തീരുമാനമെടുത്തിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. ആ തീരുമാനം മനസ്സിൽ മാത്രം വയ്ക്കാതെ എവിടെയെങ്കിലും ഒരിടത്ത് കുറിച്ചിടുക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം. അതിനായിട്ട് പേപ്പറും പേനയും അന്വേഷിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഈ യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നെ എന്താണ് നിങ്ങളുടെ റെസൊല്യൂഷൻ എന്നുള്ളത് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. നിങ്ങൾ അങ്ങനെ ഒന്ന് എഴുതി കഴിയുമ്പോൾ തന്നെ ആ റെസൊല്യൂഷനിലേക്ക് ആദ്യത്തെ കാൽവയ്പ് എടുത്തു കഴിയും. ഇതിന് പുറമെ ആ റെസൊല്യൂഷനെ എഫക്റ്റീവ് ആക്കുവാനായിട്ട് അറ്റോമിക് ഹാബിറ്റ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിയ സ്റ്റെപ്പുകളിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നും കൂടി കുറിക്കുക. ഒന്ന്, അതിനെ എങ്ങനെ സ്മോൾ സ്റ്റെപ്സാക്കി മാറ്റാൻ പറ്റും, എങ്ങനെ നമുക്കതിനെ റിവാർഡ് ചെയ്യാനായിട്ട് പറ്റും, അതിനെ ഏത് ശീലവുമായി ബന്ധപ്പെടുത്തിയാണ് നിങ്ങൾ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ പറ്റുന്നത്,
ആ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്, ഇതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കി കുറിക്കുകയാണെങ്കിൽ തീർച്ചയായും 2025 ഒരുപാട് പുതിയ ശീലങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന വർഷമായിരിക്കും. 2025 നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വിജയം നൽകുന്ന ഒരു വർഷവുമായിരിക്കും. പുതിയ ഒരു വീഡിയോയുമായി കടന്നു വരുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ.